ഇതെല്ലാം സ്പേസ് ആണ്. നമ്മൾ ഒരു പുതിയ വർക്കിൻ്റെ ഇതിനായിട്ട് വന്നിരിക്കുന്നു. ഒരു വാൾപേപ്പർ ഒട്ടിക്കുക ഒരു വീട്ടിൻ്റെ. അപ്പോൾ പുതിയ ഞാൻ ഷിബോണിനപ്പോൾ അവിടെ നിൽക്കുകയാണ്. ഇങ്ങനെ നമ്മൾ വാൾപേപ്പറിൻ്റെ വർക്കും തുടങ്ങി. നല്ല സ്മാർട്ടായിട്ട് ഇത്രയും ഷീറ്റൊക്കെ ഉണ്ടൊരു നമുക്ക് വാൾ സ്റ്റിക്കർ ഒട്ടിക്കണം. വണ്ടിപ്പണിയൊക്കെ നമ്മൾ പണിഞ്ഞ് മതിയായി. ഏറ്റവും അവസാനം വാൾപേപ്പറും പണിക്കെടുത്ത് തുടങ്ങി. ഡിസൈൻ അത് ലഭിക്കുന്നുണ്ട്. ദൂരത്ത് നോക്കുമ്പോഴേ കറക്റ്റ് ആ പാറ്റേൺ അതിൻ്റെ ഉണ്ട്. ഫസ്റ്റ് വർക്കാണ് കേസ്. അപ്പം ഇത്രയും വാളൊക്കെ നമ്മൾ ഒട്ടിച്ചു. ഇത് നൈസ് കേട്ടാ.
കറക്റ്റ് കട്ടിങ് ചെയ്യാം. എല്ലാം കറക്റ്റ് കട്ടിങ് ചെയ്യണം. കൊണ്ടുള്ള സേവനമാണെന്നില്ല കളിയാക്കണം. ശരി. എന്നെ ഇപ്പോഴും ഒരു വിലയില്ലല്ലേ. ഓ ഓ പെൻസിലൊക്കെ എടുത്ത് തയ്യ തരും. എന്താണ് പ്രൊഫഷൻ. അപ്പം ഇനി ലാസ്റ്റ് ഈ സൈഡ് പൊട്ടിക്കാണ്ടില്ല. ഈശ്വരാക്കണം ഒരു കോമത്തിക്കൊന്നും വേണം എന്നിപ്പം. പക്ഷെ ഇതൊക്കെ കൊള്ളാം കേട്ടോ. നല്ല PVC നല്ല പാനലിങ്. ഒരു ഭിത്തി കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ അടുത്ത ഭിത്തിയിലോട്ട് നമ്മൾ പോട്ടെങ്കിൽ ഇല്ല കൊള്ളാം. അടിപൊളി കറക്റ്റ് പാറ്റേണും അതെല്ലാം കറക്റ്റ് തന്നെയുണ്ട്. അടുത്ത ഭിത്തി അടുക്കള ഒട്ടിക്കണേ. അടുത്ത ഭിത്തി ഇതല്ലേ? ഓഹോ. അടുത്ത ഇനി ഏത് ഭിത്തിയാണെന്ന് നോക്കട്ടെ ഗേസ്. സോ ഇനി അടുത്ത മുകളിലാണ് ഒട്ടിക്കാനുള്ളത്. മുകളിലോട്ട് നമ്മൾ കയറിയാണ്. അടുത്ത മറ്റേ ബെഡ്റൂമില്ലേ? ഈ ബെഡ്റൂമാണല്ലേ. അടുത്ത ബെഡ്റൂമിൽ ഒട്ടിക്കാനാണ് പോകുന്നത്. പിന്നെന്ത് പുള്ളത്തെ ചോദിക്കണം അടുത്ത ഡിസൈൻ. എൻ്റെ അമ്മച്ചി വെള്ളയല്ലേ വൈറ്റ് ആണല്ലേ? റെഡ് അങ്ങനെയൊക്കെയുള്ള അതും ഇതും വേറെ വേറെ ആണല്ലേ. ഞാൻ പോയി വിളിച്ചിട്ടുണ്ട്. വീഡിയോ എടുത്ത് ഫോണിൻ്റെ MB തീരാറായി. ഫോണിൽ സ്പേസ് പോയി. എന്ത് ചെയ്യാൻ പറ്റും? ഐഫോണിൻ്റെ കുറ്റം അല്ലേ? ഐഫോണിൻ്റെ കുറ്റം പറയണം നമ്മൾ ഇനി. ഓ അത് ശരി. ഓ എൻ്റെ പൊന്നോ എന്തോ ചൂട്. നോക്കട്ടെ പടം ഈ സൈഡ് ചേർക്കണം. നെറ്റത്തില്ല നെറ്റം ചേർക്കണം. അങ്ങനെ വെച്ചാൽ കട്ട് ചെയ്യാൻ പേര് പാടാം. അത് നിൽക്കേ വലിച്ചു വെച്ചാൽ ഓക്കെയല്ലേ? ഓക്കെ. എക്സ്ട്രാ കുറവാണ് കേട്ടോ. സൗന്ദര്യം നിനക്കാണ്. തീർച്ചയായും. എന്ത് ചെയ്യാൻ? ഫോണിൽ സ്പേസ് തീരാതായി. അയ്യോ. ഏതാണ്ട് നമ്മൾ 2 ഭിത്തി ഒട്ടിച്ച് തീരാറായി. ഗെയ്സ് പ്രൊഫഷണൽ വെട്ടാണ്. പ്രൊഫഷണൽ വെട്ടാണ്. നമ്മൾ ഈ റൂമിൽ ഏറ്റവും വലിയൊരു റൂം കാണുമ്പോൾ നമ്മളിപ്പോൾ ഒട്ടിക്കാൻ പോണത്, ഒട്ടിച്ച് കൊണ്ടിരിക്കുന്നത്. ശിവണ്ണ തത്തത്ത ഉത്തത്ത വരയ്ക്കുന്നത് ഇതിൽ.
ഈ റൂമിൻ്റെ ഈ സ്റ്റിക്കർ ഒട്ടിങ് ഏറ്റവും വലിയ വാൾപേപ്പർ. കൊള്ളാം കേട്ടോ, നല്ല ഇത്. എന്തായാലും ഇത് ഒട്ടിച്ചിട്ട് ഫുള്ള് നോക്കാമല്ലേ. റൂമിൻ്റെ അകോക്കസിൻ്റെ സൂപ്പർ. അപ്പം മണി എന്തായാലും 10 മണി ആവാറായി. നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു. നമുക്ക് കുറച്ചുകൂടി ഒട്ടിക്കാണ്ട് വീട്ടിൽ പോവാൻ. ഇതുവരെ എന്തോരം ഒട്ടിച്ച് ഈ രാത്രി 10 മണിക്ക് ഈ പണി തന്നെ കിട്ടണം. എന്താ അല്ലേ ഇടയിൽ വെച്ച് എനിക്ക് പോയി. എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഒരു ദിവസം സൈഡിലെ പണി കഴിഞ്ഞ് അടുത്ത കഴിഞ്ഞ് അടുത്ത കിട്ടി കഴിഞ്ഞേട്ടാ. അപ്പം അടിപൊളി, ഒരു രക്ഷയില്ല, സൂപ്പർ. ഇനി അപ്പം അടുത്തതിലോട്ട് പോവാം. ഇത് കൊള്ളാം നല്ല. അപ്പം സമയം 10:47. പനിയുടെ ലാസ്റ്റ് സ്റ്റേജ് എത്തി. ലാസ്റ്റ് സ്റ്റേജ് ശിവണ്ണല്ലാതെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന കിളിമാനൂർ പൊന്നോമന പുത്രൻ. പണിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വീട് കാണിച്ചത് നമ്മളിന്ന് പണിക്കുന്ന വീട്. അപ്പോൾ നാളെ ഇവിടുത്തെ വീടിൻ്റെ പാല് വെച്ചാണ്. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് അകത്തോട്ട് കയറി കാണിച്ചിട്ട് എങ്ങനെയുണ്ട് വീടെന്ന്. ഇതാണ് ഗൈസ് നമ്മളിന്ന് വന്ന് പണിക്കുന്ന വീട്. ഇതാണ് നമ്മളെ പണിക്കാരൻ. പണി അപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത ആ ഒരു ഭിത്തി, പിന്നെ ഇതിൻ്റെ മുകളിലാണ്, വീടിൻ്റെ മുകളിലൊക്കെ ചെയ്തായിരുന്നു. അതിന് ലൈറ്റ് ഇട്ടോ. അപ്പോൾ നമുക്ക് ലൈറ്റ് ഇവിടുത്തെ വർക്കെല്ലാം തീർന്നപ്പോൾ നമ്മൾ പോവുകയാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 10:53. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.